നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാമേശുവേ. നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. ഓരോ ദിവസവും നിൻ കൃപയിൽ, ഓരോ നിമിഷവും നിൻ നിറവിൽ സ്നേഹം പകരുവാൻ, ഗാനങ്ങൾ പാടുവാൻ, നിൻ വേല തികച്ചിടുവാൻ കൃപയിൻ ഉറവേ ചൊരിയൂ. അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ ഉറവേ ചൊരിയൂ. അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ ഉറവേ ചൊരിയൂ. അറിവിൻ വരങ്ങൾ ചൊരിയൂ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസനും വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രി കാലം മുഴുവൻ ഞങ്ങളെ കാത്തല്ലോ, സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ഉറങ്ങി ഉണർന്നതിൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ അടിയന് ഭാഗ്യം തന്നല്ലോ. ഈ നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകല നാഥാദാനമായി നൽകി തരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ പ്രിയ മക്കളുമുണ്ട്. അടിയങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. സ്വർഗം ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ അവിടുന്ന്. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയാവുന്ന കർത്താവ് അവിടുന്ന്. ഞങ്ങൾ അറിയിക്കുന്നതിന് മുൻപേ സകലതും അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ പ്രഭാതത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിക്കായി സ്തോത്രം ചെയ്യുന്നു. സമാധാനത്തോടും ആരോഗ്യത്തോടും സൂക്ഷിച്ചാട്ട് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളുണ്ട്. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ കർത്താവേ. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട്. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും പരീക്ഷയുണ്ട് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. അവർക്ക് അവിടുത്തെ ജ്ഞാനം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുത്ത് നന്നായിട്ട് കർത്താവേ അവർക്ക് പഠിച്ച് പരീക്ഷ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു. അത്ഭുതവും അതിശയമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തണം. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകൊണ്ടതിൻ്റെ ആൻസറുകൾ തയ്യാറാക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിച്ചാട്ട് കർത്താവേ. എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. എല്ലാവരും ഇതുവരെ ലഭിച്ചതുപോലെ പോരാ കർത്താവേ, നല്ല മാർക്ക് വാങ്ങിപ്പാൻ തക്കണം സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, BSc നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവരെ സഹായിച്ച് സൂക്ഷിച്ചു കൊള്ളണമേ. എല്ലാം ഭംഗിയായി ചെയ്തെടുപ്പാൻ, നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാൻ, നല്ല മാർക്കോടെ പാസ്സാകുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വർഗം സഹായിച്ചാട്ട്. OETയും IELTSും പഠിക്കുന്നവരുണ്ട്. ജർമ്മൻ പഠിക്കുന്നവരുണ്ട്. നീറ്റ് പരീക്ഷയും പ്രൊമറ്ററി പരീക്ഷയും കർത്താവ് എഴുതേണ്ട മക്കളുണ്ട്. പഠിക്കുന്ന മക്കളുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പച്ചൻ്റെ കൃപയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിയണം. ദൈവമായ കർത്താവ്, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പൊന്നുകരം നീട്ടണമേ. അവരുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അറിഞ്ഞ് മാനിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുത്തവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ ജോലിയില്ലാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഉപജീവന മാർഗത്തിൻ്റെ വഴി തുറക്കുന്ന ദൈവം അവിടുന്ന്. കഴിഞ്ഞ നാളുകളിൽ തുറന്നു തന്ന് സഹായിച്ച ദൈവം അവിടുന്ന്. വീണ്ടും അറിഞ്ഞ് സഹായിപ്പാൻ സർവശക്തന ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ പാദപിടാൻ കരയുന്നവർ, പ്രാർത്ഥിക്കുന്ന മക്കൾ ലജ്ജിച്ച് പാഞ്ഞ് ഒരു നാളും സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ബാലസമൂഹങ്ങളെ വിരകിട്ടാതെ വിശന്നിരിക്കുക യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ലെന്ന വചനമാണ്. ആ വചനമയച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അവരുടെ ഉപജീവനമാർഗം അനുഗ്രഹിച്ച് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുക കർത്താവേ. ആരുടെയും മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കാതെ
ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കാതെ വിടും. സ്വർഗം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴി തുറന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളതുപോലെ കാണുന്ന ദൈവമേ, ഉള്ളതുപോലെ അറിയുന്ന കർത്താവേ, ബലമുള്ള കരങ്ങളിൽ അടിയൻ സമർപ്പിക്കുകയാണ്. സ്വർഗം മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചെന്ന് പറയുവാൻ തക്കണം കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചുവെങ്കിൽ പിന്നെയും സഹായിപ്പാൻ സർവശക്തന ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്നു നല്ലതെന്നെടുത്ത വചനമാ കർത്താവേ. കർത്താവിൽ ആശ്രയിച്ച് കടന്നു വരികയാണ്. സ്വർഗം മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിക്കണം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട്. അവർക്ക് തലമുറകളെ നൽകി സ്വർഗം അനുഗ്രഹിക്കുമാറാകണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരുത്തിൽ വഹിച്ചു കൊള്ളണം. ക്ഷീണം ഭാരമെല്ലാം മാറ്റണം. സുഖപ്രസവം നൽകണം. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവമായ കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാവുന്ന വാഗ്ദത്ത വചനമാണ്. കടഭാരത്താൽ വലയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടിനെ പൂർണ്ണമായും തീർത്തു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കളുണ്ട്. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട്. അവർക്ക് സ്വർഗത്തിലെ ദൈവം സ്വന്തമായി തലചായ്പാൻ ഭവനമൊരുക്കിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുന്ന് അത്ഭുതം ചെയ്താട്ട് ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ. ദൈവമായ കർത്താവേ, പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ച മക്കളുള്ളവരെ സമർപ്പിക്കുന്നു. ഈ പുതുവർഷം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഹാലലിയായി തീരട്ട് കർത്താവ്. എല്ലാ സമൃദ്ധിയാലും അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിലും കൃപയിലും എല്ലാവരെയും സൂക്ഷിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയം മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ സമർപ്പിക്കാൻ എൻ്റെ സ്വർഗമേ മാനസാന്തരം നൽകണം. നശിച്ചു പോകാൻ സമ്മതിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, മദ്യത്തിന് അടിമപ്പെട്ട ഓരോ ജീവിതങ്ങളെയും സ്വർഗം വിടുവിച്ചെടുക്കണമേ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ സ്വർഗം വിടുവിച്ചെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ചൊല്ലി കരയുന്ന മാതാപിതാക്കളും സഹോദരിമാരും കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ടപ്പാ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയം ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാണ്. ഓരോ മക്കളുടെയും എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണേ. വാഹനയാത്രയിലും വഴിയാത്രയിലും ആകാശം കയറി യാത്ര ചെയ്യുമ്പോഴും കരയിൽ കൂടി കടയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും എല്ലാം കർത്താവിൻ്റെ കരം ചേർത്ത് പിടിക്കണം. അപ്പോൾ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിക്കണമേ എന്നടിയാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഉപജീവനമാർഗം തിരുസന്നിധിയിലൊന്ന് സമർപ്പിക്കുകയാണ്. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയൊരു ശേഷിപ്പ് ഓരോ മക്കളുടെയും കയ്യിൽ കൊടുക്കണമേ. ദൈവമായ കർത്താവ്, ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട്. അപ്പോൾ കഷ്ടനഷ്ടം കൂടാതെ തന്നെ മക്കളെ സംരക്ഷിക്കണം. തൃപ്തിയോടെ ഓരോ നിമിഷവും ഹാലിൽ തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കാൻ ഇടയാക്കണമേ. ശത്രു ആരെയും കാണല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം 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 കർത്താവ്. ഹല്ലേലൂയ കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ സമർപ്പിക്കുന്നുണ്ട്. സ്വർഗം കാത്തുസൂക്ഷിച്ച് പരിപാലിക്കണമേ. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സമാധാനം അയക്കണമേ. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സൗഖ്യം അയക്കണമേ. ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ നിന്നും ഞങ്ങളുടെ ദേശങ്ങളെയൊക്കെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന രാജ്യങ്ങളുണ്ടല്ലോ, സമാധാനമില്ലാതെ വലയുന്നവരുണ്ടല്ലോ, സകലതും നഷ്ടപ്പെട്ടവരുണ്ടല്ലോ, വഴിത്തിരക്കലിൽ നയ്യം വിളിക്കുന്നവരുണ്ടല്ലോ, വേർപാടിൽ ദുഃഖമനുഭവിക്കുന്നവരുണ്ടല്ലോ. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാ. മനസ്സലിയണമേ, കരുണ കാണിക്കണേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം. ഓരോ മക്കളും അത്യുന്നതിൻ്റെ മറവിലൊന്ന് മറയട്ടെ. സർവശക്തിയുടെ നിഴലിൻ കീഴിലൊന്ന് ആയിരിക്കട്ടെ. അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, സമയം സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം കൃത്യമായും ചന്തമായും ചെയ്യുവാൻ ഓരോ മക്കളെയും സഹായിച്ചാണ്. ഈ സമയം നാഥ, ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ഓർക്കുകയാണ്. ICUവിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട് കർത്താവേ. പൊന്നുകാരൻ നീട്ടണമേ, സൗഖ്യം അയക്കണമേ. വിടുതൽ പ്രാപിച്ച് ഭവനത്തിൽ കടന്നു പോകാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം കാര്യങ്ങളെ ചെയ്തെടുത്ത് സന്തോഷത്തോടെ ജീവിക്കണം. പ്രാർത്ഥനയോടെ മുന്നേറണം. സ്വർഗം അവരെ കരുതണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. ഈ സമയത്ത് ഹാലിൽ ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഏൽപ്പിക്കട്ടെ. ഹാർട്ടിൻ്റെ കർത്താവെ കുഴപ്പമുള്ളവർ, ലിവറിന് കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാലും മുഴയാലും ഭാരപ്പെടുന്നവർ,
ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കൈകാൾക്ക് ബലമില്ലാത്തവർ, നടക്കുവാൻ കഴിയാത്തവർ, വീൽചെയറിലായിരിക്കുന്നവർ, ഷുഗറും പ്രഷറും ഉള്ളവർ, കർത്താവേ സ്തോത്രം, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കർത്താവേ, കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവരപ്പ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, സൗഖ്യദായകൻ അവിടുന്ന്, മരുന്നും വൈദ്യനും അവിടുന്ന്, കാൽവർ കുഷ്ഠരോഗികളിലേറ്റം മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടൊരു സൗഖ്യമാകും കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൈറോയിഡുള്ള മക്കളുണ്ടപ്പാ, അലർജിയുള്ള മക്കളുണ്ടപ്പാ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ, ആസ്മ രോഗികളുണ്ട് കർത്താവേ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട്, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ അപ്പാ, നീ തൊട്ടവരും നിന്നെ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അപ്പൻ്റെ വാദപിടുത്തിൽ കടന്നു വന്ന് കരയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ മാത്രം ദൈവം, പരിഹരിക്കുവാൻ സകലത്തിനും മതിയായ ദൈവം നീയാ. അങ്ങയുടെ ബലമുള്ള കാര്യങ്ങളെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഒരുമായി മേൽപ്പിക്കട്ടെ. എല്ലാ സമാധാനത്തിനും സമൃദ്ധിയിലും ഞങ്ങളെ നടത്തണം. ദൂരത്തും ചാരത്തുമായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിക്കാട്ടെ. വേർപാടിന് ദുഃഖം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിച്ചാട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് സകലതും നൽകി കൊടുത്താട്ടെ. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.